പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് ആദ്യം പോകുന്നത് കുഞ്ഞു വിനോദിനിയുടെ അടുത്തേക്കാണ്. 2 കൈയുമായി ആശുപത്രിയിലേക്ക് പോയ ആ 9 വയസ്സുകാരി വിനോദിനി ഒരു കൈയില്ലാതെ വീട്ടിൽ മടങ്ങിയെത്തിയിട്ടുണ്ട്. ഒരു കൈ നഷ്ടപ്പെട്ടത് ചികിത്സാ പിഴവിലാണ്. ഇപ്പോൾ ആശുപത്രിയും ഡോക്ടർമാരുമൊന്നും ചികിത്സാ പിഴവെന്ന് സമ്മതിക്കുന്നുമില്ല. എന്തൊരു ദുരവസ്ഥയാണ് ആ കുരുന്നിൻ്റേത്. പാലക്കാട് നിന്ന് ഐഷത്തുൽ ഷംന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാറിപ്പറന്ന് നടക്കേണ്ട കുരുന്നാണ് ഈ വീട്ടിൽ ഇങ്ങനെ കഴിയുന്നത്. ചികിത്സാപ്പിഴവിന്റെ ഇരയായിട്ടും അധികൃതരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കൊല്ലങ്കോട് ആനമാറി സ്വദേശി വിനോദിനി വീട്ടിൽ കളിക്കുമ്പോഴാണ് സെപ്റ്റംബർ 24-ന് വീണ് വലതു കൈയുടെ എല്ല് പൊട്ടിയത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ മുറിവിൽ പഴുപ്പ് കയറി. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വലതു കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. കൈ നഷ്ടപ്പെട്ടെന്ന് ഉൾക്കൊള്ളാനുള്ള പ്രായമായിട്ടില്ല കുഞ്ഞു വിനോദിനിക്ക്. എനിക്ക് ഫസ്റ്റ് തൊട്ടന്നെ പറ്റുള്ളമ്മ. എനിക്ക് ഫസ്റ്റ് തൊട്ടാ പറ്റുമോ? അല്ല, ലാസ്റ്റ് എത്തുമ്പോൾ എനിക്ക് പേടിയാണ്. എനിക്കൊന്നും അറിയുന്നുമില്ല. കഴിഞ്ഞ മാസം 3-ാം തീയതിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയത്. വിവാദമായതോടെ പല ഉറപ്പുകളും സർക്കാർ നൽകിയിരുന്നെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ചികിത്സാ ചിലവിനും മറ്റും പലരിൽ നിന്നായി കടം വാങ്ങിയ കുടുംബം ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം വലയുകയാണ്. ചികിത്സാ സഹായം പോലും ഉറപ്പാക്കാത്ത സർക്കാർ 24 വാർത്തയ്ക്ക് പിന്നാലെ 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചു. എന്നാൽ അത് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്ന് കുടുംബം പറയുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി വിനോദിനിയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. വീടെന്ന് പറയാൻ കഴിയില്ല, ഒരു വാടക ഷെഡാണ്. അന്ന് വലിയ വാഗ്ദാനങ്ങളും ഉറപ്പുകളും ഒക്കെ നൽകിയ സർക്കാരും വകുപ്പ് മന്ത്രിയും പിന്നീട് ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഉന്നതതല അന്വേഷണം ഉണ്ടാകുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഉറപ്പു പിന്നീട് ആ അന്വേഷണത്തെക്കുറിച്ചോ റിപ്പോർട്ടുകളെക്കുറിച്ചോ മിണ്ടിയിട്ടില്ല. വീട്ടുമുറ്റത്തും സ്കൂൾ മുറ്റത്തുമൊക്കെ ഓടിച്ചാടി നടക്കേണ്ട പ്രായത്തിൽ വിനോദിനി ഇപ്പോൾ ആശുപത്രിയുടെയും ഈ ഷെഡിന്റെ 4 ചുവരുകളിലൊക്കെയായി ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണ്. അന്ന് വീണില്ലേ? എന്നിട്ട് പാലക്കാട്ടിലെ ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടർ എങ്ങനെയാ നോക്കിയേ? അവിടെ പോയിട്ട് ഇത്തിരി ദിവസം എല്ലാവരെയും വിട്ടിട്ടാണ് എന്നെ കെട്ടിയത് അല്ലേ? എങ്ങനെ കൈ നോക്കിയേ? ഇങ്ങനെ ആക്കി നോക്കിയോ? വിരലൊന്നും നോക്കിയില്ലേ? വേദനയൊക്കെ ഉണ്ടാവും വേദനയൊക്കെ ഉണ്ടാവും പറഞ്ഞു. ജില്ലാ ആശുപത്രിക്കെതിരായ ഗുരുതര ആരോപണങ്ങൾ KGMOയെയും ആശുപത്രി സൂപ്രണ്ടും തള്ളിയിരുന്നു. എന്നാൽ ചികിത്സാപ്പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും പരമാവധി ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുമുള്ള അധികൃതരുടെ ആ വാദം പൊളിക്കുന്നതാണ് 9 വയസ്സുകാരിയുടെ പ്രതികരണം. തനിക്ക് നേരിടേണ്ടി വന്ന അനാസ്ഥയുടെ കഥകൾ അവൾ ഒന്നൊന്നായി വെളിപ്പെടുത്തുകയാണ്. കൈവിരലുകൾ അനക്കി നോക്കിയില്ല, വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടും മറ്റെല്ലാവർക്കും ചികിത്സ നൽകിയതിനു ശേഷമാണ് ചികിത്സിച്ചത് എന്നൊക്കെ കുഞ്ഞു വിനോദിനി പറയുന്നു. DMO തലത്തിൽ നടന്ന 2 അന്വേഷണത്തിലും ആശുപത്രിക്കും ചികിത്സിച്ച ഡോക്ടേഴ്സിനും പിഴവ് സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു കണ്ടെത്തൽ. അതേസമയം കുട്ടിയെ ചികിത്സിച്ച 2 ഡോക്ടേഴ്സിനെതിരെ പിന്നീട് നടപടിയുമുണ്ടായി. ഉന്നതതല അന്വേഷണം നടക്കുമെന്ന് സർക്കാർ ഉറപ്പും നൽകി. പക്ഷേ 1 മാസം പിന്നിട്ടിട്ടും ആ അന്വേഷണം പൂർത്തിയായിട്ടില്ല. സ്വന്തമായി വീടോ ഭൂമിയോ ഈ കുടുംബത്തിനില്ല. കഴിയുന്നത് ഒറ്റമുറി വാടക ഷെഡിൽ. മാസങ്ങളായി വാടക കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂലിപ്പണിക്കാരനായ അച്ഛനായിരുന്നു ഏക ആശ്രയം. 1 മാസത്തിലധികമായി മകൾ ആശുപത്രിയിലായതോടെ ജോലിക്ക് പോകാൻ കഴിയാതെ. അപ്പോൾ ഇനി 2 ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കിത് കിട്ടിയിട്ടില്ല, കൈ കിട്ടിയിട്ടില്ല. അവർ കിട്ടുന്ന പറയുന്നത് നമ്മളോട് എല്ലാവരും പറയുന്നുണ്ട്, കിട്ടും വൈകാറുണ്ട്, അതിലുള്ളതൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് പാസ്സാക്കിയത് ഹോസ്പിറ്റലിൽ നിന്ന് പാസ്സാക്കിയതാണ്. അത് പക്ഷേ ഇപ്പോൾ കിട്ടിയിട്ടില്ല കയ്യിൽ. ഇതൊന്നും കിട്ടിയിട്ടും അവിടെ ആകില്ല. നമുക്ക് കൂടുതൽ പൈസയും നമ്മൾ വേണം തന്നെ നമ്മൾ പറയണത്. അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അറിയില്ല ഇനി എന്താവുന്നു. കൂട്ടുകാർക്കൊപ്പം കളിച്ചു ചിരിച്ച് സ്കൂളിൽ പോകേണ്ട ദിവസങ്ങൾ, സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ നൽകേണ്ട കുഞ്ഞു വലതുകൈ, അതൊക്കെ വിനോദിനിക്ക് ഇന്ന് നൊമ്പര കഥകളാണ്.
ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുമ്പോൾ അവൾ ആദ്യം ചോദിക്കുന്നത് എൻ്റെ കൈ എവിടെ എന്നാണ്. പക്ഷേ ആ ചോദ്യങ്ങളൊന്നും സർക്കാർ കേൾക്കുന്നില്ല, വകുപ്പ് മന്ത്രി അറിയുന്നുമില്ല. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.